അതിനെ അധീനതപ്പെടുത്തി തന്ന റബ്ബിനെ നീ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹനമാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തത്തിൽപ്പെട്ട ഒരു വാഹനമാണ് ഇന്ന് വായുവിലൂടെ സഞ്ചരിക്കുന്ന വിമാനം എന്നത് നാം മനസ്സിലാക്കണം. സത്യത്തിൽ ഈ വിമാനം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയും, ഇന്ന് പരീക്ഷകളിലാണെങ്കിൽ ചോദിക്കുമ്പോൾ നാം എഴുതുന്നത് എന്താണ്, റൈറ്റ് സഹോദരന്മാരാണെന്ന് പറയും. ഈ വിമാനം എന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരങ്ങളല്ല. പിന്നെ ആരാണ് വിമാനം ആദ്യമായി കണ്ടുപിടിച്ചതെന്നറിയുമോ? നാം മനസ്സിലാക്കണം, അത് ബാഗ്ദാദിലെ എയർപോർട്ടിൽ ഇന്നും അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ആരാണെന്നറിയുമോ? അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ആദ്യമായിട്ട് ഈ ഭൂലോകത്തേക്ക് പറക്കണമെന്ന ചിന്ത ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. ആരാണ് അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന് നാം മനസ്സിലാക്കണം. അതായത് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, 9-ാം നൂറ്റാണ്ടിലെ എഞ്ചിനീയർ ആയിരുന്ന അബ്ബാസ് ഇബ്നു ഫിർനാസ് സിൽക്ക് മരം, തൂവലുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച ഒരു ജോഡി ചിറകുകളുടെ സഹായത്തോടെയാണ് ആദ്യമായി ഈ ലോകത്ത് അദ്ദേഹം പറന്നത്. അതുപോലെ തന്നെ വായുവിനേക്കാൾ ഭാരം കൂടിയ യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി പറന്നത് അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്നയാളാണ്. ഏകദേശം 10 മീറ്ററോളം വിമാനത്തിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് റൈറ്റ് സഹോദരന്മാര് മോട്ടോറൈസ്ഡ് വിമാനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് നാം മനസ്സിലാക്കണം. അദ്ദേഹം ഇത് ചെയ്തത് അദ്ദേഹത്തിന്, അതായത് അബ്ബാസ് ഇബ്നു ഫിർനാസിന് പറക്കണമെന്ന ചിന്ത എങ്ങനെയാണ്, എവിടെ നിന്നാണ് ലഭിച്ചതെന്നറിയുമോ? അത് വിശുദ്ധമായ ഖുർആനിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ. ചുരുക്കം പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ ഒരു വസ്തു മാത്രമാണ് നമ്മൾ ഇന്ന് വിമാനമായി കണ്ടുപിടിച്ചത്. നാം മനസ്സിലാക്കണം, അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന് പറയുന്ന സഹോദരന് പറക്കണമെന്നുള്ളൊരു ചിന്ത വന്നത് എവിടുന്നാണ്? വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്താണ് അതിന് കാരണമെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കാരണം വിശുദ്ധമായ ഖുർആൻ തന്നെയാണ്. ഏതായത്താണെന്നറിയുമോ? ഇവിടെ നാം മനസ്സിലാക്കണം, വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവലം യറൂ ഇലാ ത്വയ്രി ഫൗകഹും സാഫാത്തിൻ വയഖ്ബിളന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാനു ഇന്നഹു